നമസ്കാരം. ഡെമോക്രസിയാണ്. നടനും അമ്മയുടെ പ്രസിഡന്റും സർവോപരി മാന്നാർ മത്തായിയുമായ നടൻ ഇന്നസെന്റിനെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPIM തീരുമാനിച്ചു. ഇന്നച്ചൻ കേൾക്കുന്നുണ്ടോ? താരങ്ങളുടെ താരവും സ്ഥാനാർത്ഥികളിലെ താരവുമായി ഇന്നസെന്റ് ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു. ഇന്നസെന്റും 3 കോൺഗ്രസുകാരും പിന്നെ ചില പാർട്ടിക്കാരും എന്നതാണ് CPIMന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ സംക്ഷിപ്തം. പഴയ RSPക്കാരൻ എന്ന നിലയിൽ ഇന്നസെന്റിന് സീറ്റ് നൽകിയതോടെ RSPയുടെ അവകാശവാദം പൊളിഞ്ഞു എന്നും ചില മാർക്സിസ്റ്റുകാർ വാദിക്കുന്നു. വാദങ്ങളും പ്രതിവാദങ്ങളും കാണാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ സ്ഥിതിക്ക് ഇനി നിലപാട് വ്യക്തമാക്കലാണ്. നാട്ടുകാരോട് ചേർന്നു നിന്നും ചിരിപ്പടക്കങ്ങൾ പൊട്ടിച്ചും തീർത്ത കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇനി ഗോദയിലേക്ക് ഇറങ്ങുകയാണ് ഇന്നച്ചൻ. CPIMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. അച്ഛൻ പഠിപ്പിച്ച കമ്മ്യൂണിസം മുതൽ സിനിമയിൽ പയറ്റിയ കമ്മ്യൂണിസം വരെ ഉണ്ട് അതിൽ. അപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നതിൽ അനൗചിത്യം ഒന്നുമില്ല. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പോലെ നികുതി കൊടുക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാം, ഇലക്ഷന് നിൽക്കാം, ഒക്കെ ചെയ്യാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. ജയിക്കാൻ കഴിയുന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ നിൽക്കുന്നത്. അതല്ലാതെ തോൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിന് മറ്റോണം പറയൂല അല്ലേ? തോറ്റു എന്ന് വല്ലവരും പറയൂല്ല. അത് നമ്മൾ ജയിക്കാൻ തന്നെ തീരുമാനിച്ചു. നമുക്കറിയാവുന്ന ആളുകളാണ്. ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ടൊക്കെ എനിക്ക് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ന മതവിഭാഗങ്ങൾ, അവരെല്ലാ മതവിഭാഗങ്ങൾ ആളുകളായിട്ട് നമുക്ക് വളരെയധികം ബന്ധങ്ങളും കാര്യങ്ങളും ഇന്ന് മുതലുള്ള ഞാൻ പല ബിസിനസ്സുകളായിട്ട് ഒരു കാലഘട്ടത്തിൽ മുഴുവനും ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ മുഴുവൻ ചുറ്റി നടന്നിട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് സിനിമാ നടൻ എന്നുള്ള എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അന്ന് കാലത്ത് നിങ്ങൾ ഈ ബാഗൊക്കെ വിൽക്കാൻ വരുന്ന ആ ഇന്നസെൻ്റ് തന്നെയല്ലേ? ഞാൻ പറഞ്ഞത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയുന്നു. ഇപ്പോൾ അവരെയൊക്കെ ഒന്ന് പുതുക്കണം എന്ന് മാത്രം. പക്ഷെ പലപ്പോഴും ഞാൻ അവരെ കാണാറുണ്ട്, കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം, അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാനിവിടെ ഇലക്ഷന് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ അടുക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ പിൻബലത്തിൽ വേറെ രാഷ്ട്രീയക്കാർ അവർ എന്തിനാ ഇന്നസെൻ്റ് അവിടെ നിൽക്കണേ, വേണ്ട മാറി നിൽക്ക് എന്ന് പറയുന്നവരുണ്ട്. അതിപ്പോൾ അവർക്ക് എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറയേണ്ട വരുമോ എന്നുള്ള വിഷമം കൊണ്ടാണ്. അത് സുഹൃത്ത് ബന്ധം, അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഈ വള്ളിത്തോട് ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന വൃത്തികെട്ടതും നീചവുമായ ഈ പ്രവൃത്തിയെ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ഗ്രാമത്തിലേക്കൊരു ബ്രാൻഡ് ഷാപ്പ് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് എനിക്ക് താല്പര്യം എന്ന് പറയുന്നത്, എൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം 10-70 വർഷങ്ങൾക്ക് മുമ്പേ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയും കാര്യങ്ങളുള്ള. ഞാൻ ഒരുപാട് കമ്മ്യൂണിസ്റ്റെ പറ്റി കേട്ടത് പുസ്തകം വായിച്ചിട്ടല്ല. എൻ്റെ പിതാവ് എന്നോട് എന്നെ പഠിപ്പിച്ചിട്ടുള്ള റഷ്യൻ വിപ്ലവവും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം, ഒരുപാട് സോഷ്യൽ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ അന്ന് കാലത്ത് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരാളാണ് എൻ്റെ പിതാവ്. അദ്ദേഹം മരിക്കുന്നവരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എന്നാലൊരു നിശബ്ദ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് നമുക്ക് നേരത്തെ മനസ്സിനകത്ത് ഉണ്ട് എന്നർത്ഥം. CPIMന്റെ വിശ്വസ്തനും പാർട്ടി ചാനലിന്റെ തലവനും സർവോപരി സൂപ്പർ താരവുമായ മമ്മൂട്ടിയാണ് ഇടനിലക്കാരനായത് എന്ന് കേൾക്കുന്നുണ്ട്. ഈ സിനിമാക്കാരെല്ലാം കൂടി പാർട്ടിക്കാരായി മാറുകയാണോ? അല്ല, എന്നെ നേരത്തെ പാർട്ടി പറയുണ്ടായി. അവരാണ് എൻ്റെ അടുക്ക് സംസാരിച്ചതൊക്കെ. ഇന്നസെൻറ്റിന് താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ പറയണം. അപ്പോഴാണ് ഞാൻ ശരി എന്ന് പറഞ്ഞത്. ഇനി എൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി അവരോട് സംസാരിച്ചിട്ടുണ്ടോ, മമ്മൂട്ടിയാണ് എന്ന് അതൊന്നും എനിക്കറിയില്ല. എനിക്കല്ലാതെ തന്നെ അവരൊക്കെ ആയിട്ടുള്ള അടുപ്പങ്ങളുണ്ട്. ചിലപ്പോൾ മമ്മൂട്ടി സംസാരിച്ചിട്ടുണ്ടാവാം, കാരണം അയാൾ കൈരളി എന്ന് പറയുന്നതിൻ്റെ ചെയർമാനാണ് അയാൾ. ചില ശത്രുക്കൾ ഇന്നസെന്റിനുണ്ടായിരുന്ന അസുഖം ചൂണ്ടിക്കാട്ടിയും പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ ആളാണ്. ക്യാൻസർ ആണ് എന്നുള്ളത്. അത് കഴിഞ്ഞ് ആ അസുഖം മാറി എന്നുള്ളതും ഞാൻ വിളിച്ചു പറയുണ്ടായി. എനിക്ക് മാത്രമല്ല, എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു. അതൊരു കുറ്റമല്ല. ഈ പണമില്ല എന്നതൊരു കുറ്റമാണെന്ന് പറഞ്ഞ പോലെ അസുഖം ഉണ്ടായതിന് നമുക്ക് യാതൊരു നിവൃത്തിയില്ല.
അതുണ്ടായി, അത് മാറി ഞാൻ 5 സിനിമകളിൽ അഭിനയിച്ചു. ആ സിനിമകൾ പോയി കണ്ടാലറിയാം എനിക്ക് ആരോഗ്യമുണ്ടോ ആരോഗ്യമില്ല എന്നുള്ള കാര്യം. പിന്നെ ഞാൻ എന്നെ ചികിത്സിച്ച ഡോക്ടറോടും കൂടെ ചോദിച്ചിട്ടാണ് എനിക്കിതിനൊക്കെ പോകാൻ പാടുള്ളൂ. അദ്ദേഹം പറഞ്ഞു ധൈര്യമായിട്ട് നീങ്ങാം എന്നാണ്. ഇനി എനിക്കിങ്ങനെ ആരോഗ്യമില്ല എന്ന് പറഞ്ഞത് ഡോക്ടർമാരാണോ? നിങ്ങളുടെ അല്ലേ? കോൺഗ്രസ്സുകാരെ അത്രേ ഉള്ളൂ, എതിർക്കുന്നവരൊക്കെ പറയും. അപ്പോൾ ഇനി സിനിമയിൽ അധികകാലം കാണില്ല എന്നുറപ്പായി. സിനിമയിൽ നിന്നും പലപ്പോഴും കുറച്ചു കാലമൊക്കെ വിട്ടു നിൽക്കേണ്ടി വരും. കാരണം അതൊക്കെ വിട്ടു നിന്നാലാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് വീണ്ടും നമ്മളെ ആളുകൾ, അല്ലെങ്കിൽ ആളുകൾക്ക് തന്നെ തോന്നില്ലേ, നമുക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് തോന്നും പക്ഷെ ഇയാൾ നമ്മളെ ചതിച്ചല്ലോ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ പാടില്ല. അപ്പോൾ അത് ജനങ്ങളുടെ കൂടെ നിൽക്കും. നമ്മൾ എന്ത് കാര്യം വേണമെങ്കിൽ എവിടെ നിന്ന് എന്തൊക്കെ കാശ് കിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഈ പറഞ്ഞ പോലെയുള്ള ഫണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുവന്ന് ഓരോ എം പിമാരും ആലോചിക്കുന്നു അതിനേക്കാളും മുമ്പുണ്ടായിരുന്ന ആളെക്കാളും കൂടുതൽ ചെയ്യണം, നമുക്ക് പേരെടുക്കണം. അതൊക്കെ എനിക്കും ഉണ്ടാവും. നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോഴും മറ്റുള്ള നടന്മാരെക്കാളും നന്നായിട്ട് നമ്മൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാശിയും വീറൊക്കെ എനിക്കുണ്ട്, ഞാൻ ചെയ്യും. അല്ല, അവരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, എന്നെ സഹായിക്കണം, അത്രേ എനിക്ക് പറയാനാവും. ചില മുരട്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം അത്രയ്ക്ക് അങ്ങട് പിടിച്ചിട്ടില്ല. വലിയ സാമൂഹ്യ നവോത്ഥാനം നടത്തുമെന്നൊക്കെ ഇന്നസെന്റ് പറയുന്നുണ്ടെങ്കിലും എന്ത് കമ്മ്യൂണിസമാണ് ഇന്നച്ചൻ നടപ്പാക്കിയത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റിന്റെ നിലപാട് അയവിറക്കുന്നു സംവിധായകൻ വിനയൻ. കലാഭവൻ മണിയെ അധിക്ഷേപിച്ച ഇന്നസെന്റിനെ അംഗീകരിക്കാനേ കഴിയില്ലത്രേ. ജനകീയനായ മനുഷ്യനാണോ? ഇപ്പം ഞാനൊരു സിനിമ എടുത്തപ്പോൾ, വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമ എടുത്തപ്പോൾ ചാലക്കുടിക്കാരനായ മണിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞ കമന്റ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മണി അന്ന് ആരുമല്ലായിരുന്നു. മണി ഒരു നടനായി അംഗീകരിച്ചിട്ടില്ല. ഞാനും ഇന്ത്യനും കൂടി സംസാരിക്കുമ്പം അദ്ദേഹം പറഞ്ഞു വാസന്തി ലക്ഷ്മിയിൽ അഭിനയിക്കാം. പിന്നെയാണ് അറിയുന്നത് ഇയാളാണ് നായകൻ. അന്ന് അദ്ദേഹം 2-3 പടത്തിലാണ്ട് അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ വളരെ പരിഹസിച്ച് പറഞ്ഞു ഇങ്ങനെ ഉള്ളവൻ്റെ ഒന്നും കൂടെ അഭിനയിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. പിന്നെ ജനാർദ്ദനേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടാണ് വേഷം ചെയ്തത്. ഞാൻ ഇന്ന് മാത്രമല്ല, ഇന്നസെൻ്റ് ചേട്ടൻ അമ്മയുടെ പ്രസിഡന്റ് ആയപ്പോൾ അന്ന് ഞാൻ ഇത് എഴുതിയിരുന്നതാണ്, പറഞ്ഞിരുന്നതാണ്. ഇദ്ദേഹം ആണ് സാധാരണ താരങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതൊരു മുഖംമൂടിയാണ്. സൂപ്പർ താരങ്ങളുടെ ബിനാമിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇന്നസെന്റ് ചേട്ടൻ എന്നുള്ളത് ഞാൻ എവിടെയും പറയുന്ന ആളാണ്. സൂപ്പർ താരങ്ങളുടെ ബിനാമിയെ തൊഴിലാളി വർഗ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാമോ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോലുള്ളൊരു പ്രസ്ഥാനം ശ്രീമാൻ ഇന്നസെന്റിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അപജയം തന്നെയാണ്, രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ്. ഇല്ല, ചില കാര്യങ്ങളിൽ നമ്മളങ്ങനെ പ്രതികരിക്കില്ല, അത്രേ ഉള്ളൂ. അദ്ദേഹം ഇന്നും അമ്മയിൽ തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് അമ്മയിലെ സിനിമയിലെ വരേണ്യവർഗത്തിൻ്റെ സൂപ്പർ താരങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് അതിനകത്ത് നിൽക്കുന്ന ഒരാളാണ് ശ്രീമാൻ ഇന്നസെന്റ്. വിനയം പറഞ്ഞത് വിനയൻ്റെ ഒരു ആശയമാണ്, അത് ചിലപ്പോൾ അയാൾക്ക് തോന്നുന്നതായിരിക്കും. അവിടുത്തെ സാധാരണ താരങ്ങൾ പോലും പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരു 5000 രൂപ കൈനീട്ടുമെന്നും പറഞ്ഞ് തന്നുകൊണ്ട് ഞങ്ങൾക്ക് കൂച്ചുവിലം കിട്ടിയിട്ട് സൂപ്പർ താരങ്ങളുടെ പിന്നിൽ അവർക്ക് കൈവക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണ്. നമുക്കങ്ങനെ ഉള്ള ഇതില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് കാലത്തുണ്ടായതല്ലല്ലോ. അദ്ദേഹം പാർലമെന്റിലെ നടപടികൾ തമാശ രൂപേണ അവതരിപ്പിക്കുന്നിടത്താണോ CPM കണ്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് ചോദിച്ചാലും തമാശയിൽ കൂടി പറയുന്ന ആൾക്കാരെ കൂട്ടാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെന്നുള്ള സത്യമാണ്. ഞാനൊരു മുനിസിപ്പൽ കൗൺസിലറായിരുന്നു വളരെ കാലങ്ങൾക്ക് മുമ്പ്. അന്നും സ്വതന്ത്രനായിട്ട് നമ്മൾ നിന്ന് ജയിച്ച ആളാണ്. അത് ഒരു MP പോലെയുള്ള ഒരു പാർലമെന്റിൽ ചെന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു MP ആയിട്ട് അദ്ദേഹത്തെ കണ്ടു CPM-കാരെന്നുള്ളതിനകത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നു. അത്ര അന്ന് ഇടതുപക്ഷത്തിൻ്റെ ആളുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനി, അയാളിന്ന് മരിച്ചുപോയി, അയാളുടെ പേര് TC നാരായണൻ എന്നാണ്. അയാളാണ് എനിക്ക് വേണ്ടി സൈൻ ചെയ്തിട്ടുള്ള ആൾ. അദ്ദേഹം ജനകീയനാണോ ഇല്ലയോ? ഇപ്പോഴും എൻ്റെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ സിനിമകൾ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി എൻ്റെ സിനിമകൾ വിലക്കാൻ നടക്കുന്നത് എനിക്കറിയാം, വിളിച്ചു പറയാൻ സമയം കണ്ടെത്തുന്നത് എനിക്കറിയാം. നമ്മളും കുറേ നാൾ അതിനകത്ത് മെമ്പറായിരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് പറയാൻ നമ്മളതിനകത്ത് ഇപ്പം ആരുമല്ല. നമ്മളെന്ത് പറഞ്ഞാലും അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും ചെയ്യുന്നത്. നമ്മളതിനകത്ത് മെമ്പറല്ല, ഇപ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പക്ഷെ കുറേ നാൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹയാത്രി എന്നുള്ള നിലയ്ക്ക്, ഇന്നും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ,
ലജ്ജാകരമാണ്, അപജയമാണ്, രാഷ്ട്രീയ പാപ്പരത്വമാണ് CPM. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാറൽ മാർക്സ് എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ കമ്മ്യൂണിസം എന്ന് ആശ്വസിക്കുന്ന ഒരു എളിയ ഇടതുപക്ഷ ചിന്താഗതിക്കാരനെയാണ് ഞാൻ. അങ്ങനെ ആശ്വസിക്കുകയാണ്, അത്രേ ഉള്ളൂ. എന്തായാലും സംഗതി ക്ലിയർ ആണ്. ചാലക്കുടി പിടിക്കാൻ CPIM തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നസെന്റിനെ സ്ഥാനാർത്ഥിയുമാക്കി. അപ്പോൾ പഴയ സമരങ്ങളുടെയും തഴമ്പിന്റെയും കഥ പറഞ്ഞ് ചില പാർട്ടിക്കാർ നടക്കുന്നത് എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല. വേണ്ടി വന്നാൽ മൻമോഹൻ സിംഗിനെ വരെ സ്ഥാനാർത്ഥിയാക്കി കളയാൻ ഈ പാർട്ടിക്ക് കഴിയും. അപ്പോഴാണ് ഒരു വിനയൻ. മറ്റൊരു പ്രേമചന്ദ്രൻ അതാ വരുന്നു. NK പ്രേമചന്ദ്രന്റെ വിളയാട്ടങ്ങൾ ഒരിടവേള കഴിഞ്ഞ്. CPIM പറയണമായിരുന്നു ഇതര കക്ഷികളുമായി കൂടി ആലോചിച്ചതിന് ശേഷം വേണം സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാക്കേണ്ടത്. അതൊക്കെ ഒരു വികാര പ്രകടനമല്ല. അപ്പം അതിനല്ല ഇപ്പം മറുപടി പറയണമെന്ന്. എന്തപ്പം അങ്ങനെ ഒരു വികാര പ്രകടനം മാത്രമല്ല, പോയിക്കോട്ടെ. CPM ഉം CPIയും തമ്മിൽ ധാരണ ഉണ്ടാക്കിക്കൊണ്ടല്ല ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് പോകേണ്ടത്.